എന്റെ പൊന്നുമാരെ ഇത് ഉറപ്പായിട്ടും ലൈൻ തന്നെയാ. ആ പെണ്ണിന് നിന്നെ ഇഷ്ടമാ. അതിനെ കണ്ട സിനിമ നടിയെ പോലുണ്ട്. അതെങ്ങനെ എന്നെ പ്രേമിക്കുക? ആണോ? സ്വന്തം കഴിവണ്ണൻ അറിയാത്തോണ്ടാ. അതൊക്കെ ശരി തന്നെ. എന്നാലും നമ്മൾ ആ പെണ്ണിനെ എന്തുമാത്രം ശല്യം ചെയ്തിട്ടുണ്ട്. അവളെങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെടുക? അയ്യോ, നീ ഇത്ര പൊട്ടനായി പോയല്ലോ എന്റെ മാരി. ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേരെ വീഴ്ത്തണമെങ്കിൽ അതുങ്ങളെ ടോർച്ചർ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. അറിഞ്ഞോ അറിയാതെയോ നീ അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കാലത്തെ പെണ്ണുങ്ങൾക്ക് നിന്നെ പോലെ എന്നെ പോലുള്ള ബാഡ് ബോയ്സിനാണ് ഒത്തിരി ഇഷ്ടം. എന്നെ കണ്ടാൽ ഇഷ്ടപ്പെടില്ല. അപ്പൊ കാണാൻ ഇഷ്ടപ്പെടുവോ? കണ്ടാലേ ഇഷ്ടപ്പെടാത്തപ്പോ പിന്നെ കാണാൻ ഇഷ്ടപ്പെടുവോ? ശരി, ആ പെണ്ണിന് എന്നെ ഇഷ്ടമാണെന്ന് എന്നെ ഇരിക്കട്ടെ. എനിക്ക് അതിനെ ഇഷ്ടപ്പെടണടാ. ഓ സ്റ്റൈൽ അത് ശരിയാവില്ല. അങ്ങനൊന്നും പറയല്ലേ അണ്ണാ. നല്ല പെണ്ണാ അത്. ഇതാ നോക്ക്, നീ ആ പെണ്ണും മെയ്ഡ് ഇൻ ചൈന. ചക്കരെ, അത് മെയ്ഡ് ഫോർ ഈച്ച് അതറാ. എടാ തല്ലുകൊള്ളി തെണ്ടി, ഞാൻ എന്താ പറയാൻ വന്നതെന്ന് അറിയാമോ നിനക്ക്? ഞാൻ മാത്രമേ അവനെ തല്ലാൻ പാടുള്ളൂ. അത് അവന്റെ വിധി. എന്നോട് ചോദിച്ച അവള് സൂപ്പർ ഫിഗറാ. ലഡ്ഡു പോലെയാ. തൊട്ടാ ചോര തെറിക്കും. സ്വർണ്ണ കട്ടയാമാരി. ആ പെണ്ണിനെ കാണുമ്പോഴൊക്കെ ഒരുമാതിരി കരണ്ട് അടിക്കുന്ന പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുവാടേ ഇത്? അതേടാ, അതുപോലൊരു പെണ്ണിനെ അവന്റെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് പറ. അത് നേരാണ്ണ. ഇവിടെയുള്ള എല്ലാ അമ്മമാരനെ കണ്ട ആ പെണ്ണിന്റെ മേത്ത. പക്ഷെ ആ പെണ്ണ് നമ്മുടെ കൂട്ടത്തിൽ അണ്ണനെ മാത്രമാണ് നോക്കുന്നേ. ലക്കിയണ്ണ, വെറുതെ ഒന്ന് കയ്യിലടിച്ച് നോക്ക്. കൺഫ്യൂഷൻ ആയല്ലോ. ആ പെണ്ണിന് ഞാൻ ചേരൂടാ. ഇല്ലെന്നേ, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ തങ്കക്കുടത്തിന് അറിയില്ലല്ലോ. ഇന്നിവന്റെ കട്ട പോയാ. നീ തന്നെ പറ, ദിവസം എത്ര പെമ്പിള്ളേരാ ചീത്ത പയ്യന്മാരെ കല്യാണം കഴിച്ച് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്? അതിലൊരു നീ ഒരു മെമ്പറാകുന്നതിൽ എന്താ തെറ്റ്? അതേമാതിരി നിന്നെപ്പോലെ സുന്ദരനായ ഒരു പയ്യനെ, നിന്നെപ്പോലൊരു പയ്യനെ ആ പെണ്ണിന് കിട്ടാൻ പുണ്യം ചെയ്യണം മാരി. അത് നേരാണ്ണ. കിട്ടിയ അവസരം മുതലാക്കി എന്നെ ഇരുത്തി രണ്ടുപേരും മാറി മാറി ആക്കാണല്ലോ. നിന്നെയൊക്കെ എങ്ങനെയാണാ പറഞ്ഞ് മനസ്സിലാക്കിക്ക? എടാ, ബാച്ചിലേഴ്സ് ആയിട്ടിരുന്ന സേഫ്റ്റിയാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഈ പെണ്ണുങ്ങൾ എൻട്രി ആയാലേ പ്രശ്നമാടാ. അയ്യോ, എനിക്കിത് ശരിയാവൊന്നും തോന്നില്ലടാ. ഏയ് ശരിയാവില്ലടാ. ഒക്കെ ശരിയാവും മാരി. മാരി ശ്രീ മാരി സൂപ്പർ കോമ്പിനേഷൻ. ഏയ്, നീ ആ പെണ്ണിനെ നേരിട്ട് കണ്ട ഐ ലവ് യു പറഞ്ഞു നോക്കേ. അടി കിട്ടുവാടി. വാങ്ങാൻ പോകുന്ന അവനല്ലേ. നിങ്ങളും പോയിനടാ. അതിന് വേറെ ആരും ഇല്ലല്ലോ. ഇറ്റ്സ് മീ. നിന്നെയൊക്കെ തന്നെടാ. പോടാ. പിന്നെ എന്തിനു നമ്മളെ വിളിച്ചിട്ടുണ്ടോ? ഐഡിയ കൊടുത്ത് നമ്മളെ. ഹായ്, അപ്പൊ ഞാൻ തന്ന ഷർട്ട് അവസാനം ഇട്ടു അല്ലേ? കറക്റ്റ് ഫിറ്റിംഗ്. ഭയങ്കര സ്മാർട്ട് ആയിരിക്കുന്നു കേട്ടോ. അതെ, നിനക്കെന്നെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാനും തിരിച്ച് ലവ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോ കവാലക്കുറ്റിക്കൊരെണ്ണം തരാനാ തോന്നിയത്. അത് കഴിഞ്ഞ് നീ പ്രാവിന്റെ അടുത്തൊക്കെ ഒന്ന് ഇടപഴകിയല്ലോ. അതില് ഐ ലവ് യു. എന്ത് പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്നാ വേറെ രീതി പറയാം. ഐ ലവ് യു. I'm so sorry. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നെ. ഞാൻ ആ ചിന്തയിലല്ല നിങ്ങളോട് ഇടപഴകിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഐ എം സോറി. ഓ, അപ്പൊ അങ്ങനല്ലേ? ശരി, ഓക്കെ, ബാറ്ററി ഡ്രോപ്പ് ചെയ്യിക്കാം. ഞാൻ അതൊന്നും ഇല്ലെന്ന് എന്നെ പറഞ്ഞേ. ആ കിറുക്ക് കുടിച്ചവന്മാരാ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ ഇളക്കി വിട്ടത്. ശരി, ഞാൻ പോവാ. നിന്റെ ജോലി നടക്കട്ടെ. ഓക്കെ, ബൈ.